ഇതെൻ്റെ ഓർക്കിഡിൻ്റെ ചെടികളാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെള്ളത്തിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ട് ചെയ്ത് തുടങ്ങിയതാണ്. അതിന് ശേഷമാണ് എനിക്ക് വീണ്ടും രണ്ടാമതും പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന ഓർക്കിഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ 2-3 ആഴ്ചയൊക്കെ കൂടുമ്പം അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മാറ്റാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് നന്നായിട്ടത് അഴുക്കൊക്കെ പിടിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി അങ്ങനെ അതിൻ്റെ അകത്ത് പുതിയ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഓർക്കിഡിൻ്റെ ഫുഡൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ ഈ ഓർക്കിഡിൻ്റെ ഫുഡ് ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതൊരു 3-4 തുള്ളി എല്ലാത്തിൻ്റെ അകത്തും ആഡ് ചെയ്തു. ആ കൂടെ കുറച്ച് ഫുഡ് കളർ കൂടി ഞാൻ ആഡ് ചെയ്തു. അതാണിങ്ങനെ നീല കളറിലിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പായൽ പിടിച്ചാൽ വേഗം മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ കാണുന്ന വൈറ്റ് ഞാനിവിടെ മേടിച്ചിട്ട് കളയാൻ വെച്ചതായിരുന്നു. അത് പൂവാകുന്നു ആവായിട്ട്. അതിന് ശേഷം ഇതിങ്ങനെ മാറ്റിയതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കൂടി പൂവുണ്ടായി. അതിങ്ങനെ ഞാൻ ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഇതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാത്തിനും തിരിച്ച് അതിൻ്റെ സ്ഥലങ്ങളിൽ കൂടി വെച്ചു. അപ്പോൾ ഓർക്കിഡ് മേടിച്ചിട്ട് പൂവ് ഉണ്ടാകാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ബാക്കിയുള്ള ചെടികൾക്കും കൂടി കുറച്ച് ഫുഡും വെള്ളമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മറ്റു ചെടികൾക്ക് അതിൻ്റെ തന്നെ ഫുഡുണ്ട്. അപ്പോൾ അതങ്ങനെ വെള്ളത്തിൽ അലിയിച്ചിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.